BMW 2 സീരീസ് ഗ്രാൻഡ് കൂപ്പിൻ്റെ ഡ്രൈവിന് വേണ്ടിയിട്ട് ഞാൻ വന്നിട്ടുള്ളത് ചെന്നൈയിലാണ്. അപ്പോൾ ഇന്നത്തെ ഡ്രൈവ് കുറച്ച് ഡിഫറൻ്റ് ആണ്. എൻ്റെ റീസൺ എന്താ വെച്ചാൽ ഈ ഒരു വാഹനം എന്നെ സാറ്റിസ്ഫൈ ചെയ്യുമെന്നാണ് ഞാൻ ആദ്യം നോക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്നെയെന്നോ? യെസ്. സോ ഞാൻ ബേസിക്കലി പറഞ്ഞത് എന്നെപ്പോലെ ആളുകളുടെ ടേസ്റ്റാണ്. സോ ഇതിനെക്കുറിച്ച് ഒരു ചെറിയ ഡിസ്ക്രിപ്ഷൻ തരാം. ഞാൻ ആദ്യമായിട്ട് വണ്ടി വാങ്ങുന്നത് 2010 അത് ഫോക്സ് വാഗൻ്റെ വെൻ2 TDI 1.6 ആയിരുന്നു. ആ വണ്ടി ഞാൻ വാങ്ങാനുള്ള മെയിൻ റീസൺ എന്ന് വെച്ചാൽ അതൊരു ജർമ്മൻ വണ്ടിയായിരുന്നു, അതൊരു സെഡാൻ ആയിരുന്നു, അതിനകത്ത് പ്രാക്ടിക്കാലിറ്റി ഉണ്ടായിരുന്നു, ബൂട്ട് സ്പേസ് ഉണ്ടായിരുന്നു. അത് മാത്രമല്ല ഓടിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഫണ്ണായിരുന്നു. സോ ആ ഒരു വണ്ടി ഓടിച്ചതിൻ്റെ ശേഷം പിന്നെ ഏതൊരു പുതിയ ജനറേഷൻ വണ്ടി ഓടിക്കുമ്പോഴും എനിക്ക് ഓബ്വിയസ്ലി ഒരു കമ്പാരിസൺ വരും. അങ്ങനെ ഞാൻ ഇത്രയും കാലമായിട്ട് ഇപ്പോൾ ഏകദേശം 14 വർഷമായി ഞാൻ ഒരു വണ്ടി എടുത്തില്ല. പക്ഷേ ഈ ഒരു വണ്ടി കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇത് എന്നെ അട്രാക്റ്റ് ചെയ്യും എന്നുള്ളത്. BMW ഈ ഒരു വാഹനം വെച്ച് ഉദ്ദേശിക്കുന്നത് ഇതൊരു നീഷ് കാറ്റഗറി ഓഫ് പീപ്പിളിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കാരണം നോർമൽ കണ്ടീഷൻസിൽ ഒരാൾ നോക്കുമ്പോൾ 55 ലക്ഷം കൊടുത്തൊരു വാഹനത്തിൻ്റെ വെൽപ്പം, അതുപോലെ അകത്ത് സ്ഥലമില്ലായ്മ, അതുമാത്രമല്ല എവിടേക്കോ തന്നെ ഫോർഡ് ഫിഗോ ആസ്പയറിൻ്റെ ലുക്സ് എന്നൊക്കെ പറഞ്ഞ് മിക്ക ആളുകളും വരികയാണെങ്കിൽ അവർക്കുള്ളതല്ല ഈ റിവ്യൂ. സോ എന്നെപ്പോലെ നിങ്ങളൊരു നീഷ് കാറ്റഗറിയിൽ വരുന്ന ആളാണെങ്കിൽ ഉറപ്പായിട്ടും ഇന്നത്തെ റിവ്യൂ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. വെൽക്കം ടു ഓൾ തിങ്സ് ഓട്ടോ. ടു സീരീസ് ഗ്രാൻഡ് കൂപ്പയുടെ ജനറേഷൻ 1 വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ജനറേഷൻ 2ൻ്റെ അകത്ത് മാറാത്ത കാര്യങ്ങൾ ആദ്യം ഞാൻ പറയാം. ബാക്കി എല്ലാ കാര്യങ്ങളും മാറിയിട്ടുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ഈ വാഹനത്തിൻ്റെ വീതി, അതായത് 1800 mm വീതി, അതിലൊരു മാറ്റമില്ല. ഈ വാഹനത്തിൻ്റെ പ്ലാറ്റ്ഫോമിൽ മാറ്റമില്ല. ഈ വാഹനത്തിൻ്റെ ചാസയിൽ ഒരു മാറ്റമില്ല. ബാക്കി എല്ലാ കാര്യങ്ങളും മാറിയിട്ടുണ്ടെന്നാണ് BMW പറഞ്ഞിട്ടുള്ളത്. സോ ലെറ്റ് സ്റ്റാർട്ട് ഫ്രം ദ ഫേസ്. അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ ഫേസിന് ഉറപ്പായിട്ടും 2 അഭിപ്രായങ്ങൾ മാത്രമേ വരാൻ ചാൻസ് ഉള്ളൂ. അപ്പോൾ കുറേ പേര് ഈ വീഡിയോ വരുന്നക്കാട്ടിലും മുമ്പ് ഇതിൻ്റെ ഷേപ്പ് കണ്ടിട്ട് ഇതെന്താ അത് BMW ഇങ്ങനെയൊക്കെ ആവണം. പക്ഷേ ഞാനൊരു കാര്യം പറയാം, BMW വാഹനങ്ങളെല്ലാം പുറത്തുനിന്ന് ഒറ്റ നോട്ടത്തിൽ കാണുമ്പോൾ അങ്ങനെ തന്നെ ഫീൽ ചെയ്യും. ഈവൻ എനിക്ക് വരെ അങ്ങനെ തന്നെ ഫീൽ ചെയ്തത്. പക്ഷേ നമ്മൾ ഈ വാഹനത്തുമായിട്ട് കുറച്ചും കൂടി കൂടുതൽ അടുക്കുമ്പോൾ, അല്ലെങ്കിൽ ഞാനിപ്പോൾ കുറച്ച് ദിവസമായി ഈ വാഹനം ഓടിക്കുന്നു, അങ്ങനെ ഓടിക്കുമ്പോൾ എന്താ സംഭവിച്ചാൽ ഓബ്വിയസ്ലി നമുക്ക് ഈ ഒരു ഷേപ്പുമായിട്ടുള്ള ഇഷ്ടം വരും. ഇങ്ങനെ തന്നെയാണ് X7-ലും എനിക്ക് സംഭവിച്ചിട്ടുള്ളത്. സോ ആദ്യം തന്നെ ഈ ഒരു വാഹനത്തിൻ്റെ കിഡ്നി ഗ്രില്ലിനെ കുറിച്ച് സംസാരിക്കാം. അപ്പോൾ കിഡ്നി ഗ്രില്ലിൻ്റെ സൈസിൻ്റെ അകത്ത് മാറ്റമുണ്ട്. അത് മാത്രമല്ല ഇതിൻ്റെ അകത്ത് ഈ 2 സംഭവങ്ങൾ ഇതിൻ്റെ അകത്ത് വരുന്ന അഡാസിൻ്റെ റഡാസാണ്. അപ്പോൾ റഡാസ് ഇവിടെ വരുമ്പോൾ സംഭവം ഒരു ഭംഗിയുടെ എലമെൻറ്റ് കൂടിയാണ്. അത് മാത്രമല്ല കുറച്ചും കൂടി ഇതിൻ്റെ ഫങ്ഷനാലിറ്റി കൂടിയിട്ടാണ് BMW പറയുന്നത്. അപ്പോൾ ഇവിടെ ആക്ച്വലി സ്ട്രൈപ്സ് കാണാൻ പറ്റും. അത് ഒരു ചെരിഞ്ഞിട്ടും അതുപോലെ ഒരു വെർട്ടിക്കൽ സ്ട്രൈപ്സ് ഉണ്ട്. ഇവിടെ 360 ഡിഗ്രി പാർക്കിംഗ് ക്യാമറ, ഒരു ക്യാമറ കാണാൻ സാധിക്കും. അതിനുശേഷം ബമ്പറിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ Gen 1 വെച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ ബമ്പേഴ്സ് കംപ്ലീറ്റ്ലി റീഡിസൈൻഡ് ആണ്. അപ്പോൾ ബമ്പേഴ്സിൻ്റെ കൂടെ ഇതിൻ്റെ ഹെഡ് ലാമ്പ്സിലും ആ ഒരു റീഡിസൈൻ എലമെൻറ്റ്സ് കാണാൻ സാധിക്കും. BMW LED ആണ്. സോ ഈ ഒരു LED അകത്ത് കുറച്ചും കൂടി ഫങ്ഷനാലിറ്റി കൂടുതലാണ്. പിന്നെ ഇങ്ങനത്തെ വണ്ടിയൊക്കെ വാങ്ങുമ്പോൾ നമ്മൾ നല്ല സ്പീഡിൽ ഓടിക്കും. സോ വിസിബിലിറ്റിക്ക് ഒരു കുഴപ്പം വരാൻ പാടില്ല. അനുസരിച്ചിൻ്റെ അകത്ത് അഡാപ്റ്റീവ് ലൈറ്റ്സും കൂടി കൊടുത്തിട്ടുണ്ട്. Gen 2ൻ്റെ എഞ്ചിൻ്റെ അകത്ത് വലിയൊരു മാറ്റം സംഭവിച്ചിട്ടുണ്ട്. ലൈക്ക് ഇതിന് മുമ്പ് 2 ലിറ്റർ പെട്രോൾ ആണെങ്കിൽ ഇപ്പോൾ ഇത് ആക്ച്വലി 1.5 ലിറ്ററാണ്. 3 സിലിണ്ടറാണ്. പക്ഷേ പവറിനൊരു കുറവില്ല. അതിൻ്റെ ട്വിൻ ടെർബോ കൊടുത്തിട്ടുണ്ട്. സോ ഇതിൻ്റെ BHP നോക്കുകയാണെങ്കിൽ നമുക്ക് ഏകദേശം 156 BHP, അതുപോലെ ഹെൽത്തി ആയിട്ടുള്ള 230 Nm ഓഫ് ടോർക്കാണ് ഇത് ഡെവലപ്പ് ചെയ്യുന്നത്. സോ ഈ ഒരു വാഹനത്തിൻ്റെ സൗണ്ട് ഇൻസുലേഷൻ, NVH ലെവൽസ് ഒക്കെ നോക്കുകയാണെങ്കിൽ കാണുമ്പോൾ നമുക്കിവിടെ എല്ലാ സംഭവവും കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി ഓടിക്കുമ്പോൾ നമുക്ക് നോക്കാം ഇത് എങ്ങനെ പെർഫോം ചെയ്യുന്നു എന്നുള്ളത്. BMW 2 സീരീസ് ഗ്രാൻഡ് കൂപ്പേ Gen 2ൻ്റെ അകത്ത് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് എന്ന് പറയുന്നത് ഈ ഒരു പ്രൊഫൈലാണ്. ബേസിക് റീസൺ ഞാനൊരു സെഡാൻ ലവറാണ്. അത് മാത്രമല്ല ഈ ഒരു വണ്ടീനെ ഈ ഒരു പ്രൊഫൈലിൽ കാണാൻ പ്രത്യേക ഒരു ഭംഗിയുണ്ട് ഇഫ് കമ്പയർ ടു ഫ്രണ്ട് ആൻഡ് റിയർ. എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനാണ്. നിങ്ങളുടെ ഒപ്പീനിയൻ ഉറപ്പായിട്ടും താഴെ കോമെൻറ്റ് ചെയ്യുക. സോ ഈ ഒരു വണ്ടിയുടെ അകത്ത് Gen 1 വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇതിൻ്റെ ലെങ്ത്തിൽ മാറ്റം വന്നിട്ടുണ്ട്. അത് വെറും പേപ്പറിലാണ്. കാരണം വെച്ചാൽ ബമ്പേഴ്സിൻ്റെ അകത്ത് റീട്വീക്ക് വന്നിട്ടുണ്ട് ഫ്രണ്ടിലും റിയറിലും. സോ ഒരു 25 mm അവിടെ കൂടിയിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ വീൽ ബേസിൽ ഒരു മാറ്റമില്ല. ഇപ്പോഴും ഇത് 2460 mm ആണ് ഇതിൻ്റെ വീൽ ബേസ് വരുന്നത്. ഇനി ടയർ സൈസിൽ മാറ്റമുണ്ട്. Gen 1 അതൊരു 17 ഇഞ്ച് ആണെങ്കിൽ Gen 2 എത്തിയപ്പോൾ അത് 18 ആണ്. അലോയ്സിൻ്റെ പാറ്റേണിൽ മാറ്റമുണ്ട്. M Sport അലോയ്സ് ആണ് വരുന്നത്. ഇവിടെ M Sportനൊരു ബാജിങ് കൊടുത്തിട്ടുണ്ട്. ഈ വാഹനത്തിൻ്റെ ORVൻ്റെ അകത്ത് നമുക്ക് ഇതിനകത്ത് ടേൺ ഇൻഡിക്കേറ്റേഴ്സും അതുപോലെ 360 ഡിഗ്രി പാർക്കിംഗ് ക്യാമറ വരുന്നുണ്ട്. അത് മാത്രമല്ലാതെ ഇതിനകത്ത് അഡാപ്റ്റബിൾ മിറേഴ്സാണ്. അതായത് നമ്മൾ വാഹനം റിവേഴ്സിലൊക്കെ ഇടുമ്പോൾ ഇതിൻ്റെ മിറർ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ആംഗിൾക്ക് അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യും. ഇനി വാഹനത്തിൻ്റെ അകത്തുള്ള ഏറ്റവും അറിയേണ്ട ഒരു സംഭവിച്ച പ്രത്യേകിച്ച് ഇന്ത്യൻ കണ്ടീഷൻസിൽ വണ്ടി വാങ്ങുമ്പോൾ ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് എത്രയാണ്? അപ്പോൾ പ്രസൻറ്റേഷനിൽ BMW പറഞ്ഞു വെച്ചാൽ ഇതൊരു 19 mm ഇതിന് Gen 1 വെച്ചിട്ട് ഗ്രൗണ്ട് ക്ലിയറൻസ് കൂടിയിട്ടുണ്ട്. നല്ല കാര്യമാണ്. ഇപ്പോൾ ഏകദേശം നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു 165 to 170 mm ആയിരിക്കും ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ്. ഈ ഒരു ഷേപ്പിൻ്റെ അകത്ത് ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട്. കാരണം ഇപ്പോൾ 5 സീരീസ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും പുതിയ ജനറേഷൻ. അതിൻ്റെ അകത്ത് ഈ ഒരു 3rd ക്വാർട്ടറിൽ അവരുടെ ആ ഒരു സീരീസിൻ്റെ ബാജിങ് ഉണ്ട്. സോ ഇവിടെ 2 സീരീസ് വന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു കോപ്പി പോലെ എനിക്ക് ഫീൽ ചെയ്തു. അതിന് ഈ വാഹനത്തിനകത്ത് Gen 1 മുതൽ തന്നെ ഫ്രെയിംലെസ് വിൻഡോസാണ്. ഇപ്പോൾ ഫ്രെയിംലെസ് വിൻഡോസ് ഓട്ടോമാറ്റിക്കലി നമ്മൾ തുറക്കുമ്പോൾ താഴും, അടയ്ക്കുമ്പോൾ ഒരു സെക്കൻഡ് കഴിഞ്ഞിട്ട് അത് മുകളിലോട്ട് പോകും. അതിൻ്റെ റീസൺ എന്താണെന്ന് മിക്ക ആൾക്കറിയാം. അറിയാത്തവർക്ക് നോർമലി ഫ്രെയിംലെസ് വിൻഡോസ് തുറന്ന് അടയ്ക്കുമ്പോൾ അവിടെ ഒരു
പ്രഷർ ജനറേറ്റ് ചെയ്യും അകത്ത്. സോ ആ ഒരു പ്രഷർ കാരണം തന്നെ ചില സമയത്ത് ഇത് പൊട്ടാനുള്ള ചാൻസ് ഉണ്ട്. സോ അതിനൊന്ന് സേഫ് ഗാർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അടയ്ക്കുന്ന ആ ഒരു 1-2 സെക്കൻഡ് താഴ്ന്നിരിക്കും. ആ ഒരു പ്രഷറിൽ നിന്ന് ആ കാറ്റ് അല്ലെങ്കിൽ എയർ റിലീസ് ചെയ്തതിന് ശേഷം ഇത് ഓട്ടോമാറ്റിക്കലി മുകളിൽ പോയി അടയും. അതൊരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ്. സോ ഇതായിരുന്നു ഈ വാഹനത്തിൻ്റെ സൈഡ് പ്രൊഫൈൽ. ഇനി നല്ല മാറ്റം വന്ന റിയർ പ്രൊഫൈൽ നമുക്ക് പെട്ടെന്ന് നോക്കാം. ജനറേഷൻ 2ൻ്റെ അകത്ത് 2 മാറ്റങ്ങളാണ് മെയിൻലി വന്നിട്ടുള്ളത്. ഒന്ന്, ഈ വാഹനത്തിൻ്റെ ടെയിൽ ലാമ്പിൻ്റെ ക്ലസ്റ്റർ കംപ്ലീറ്റ്ലി മാറിയിട്ടുണ്ട്. എനിക്കത് ആക്ച്വലി ഇഷ്ടപ്പെട്ടു. പിന്നെ കണക്റ്റഡ് അങ്ങനത്തെ സംഭവങ്ങളൊന്നും കൊടുത്തിട്ടില്ല, അതുകൊണ്ട് എനിക്ക് കുറച്ചും കൂടി കൂടുതൽ ഇഷ്ടപ്പെട്ടു. അതുമാത്രമല്ല ഈ വാഹനത്തിൻ്റെ ബമ്പേഴ്സ് കംപ്ലീറ്റ്ലി റീഡിസൈൻഡ് ആണ്. അപ്പോൾ എനിക്ക് ഇത് കുറച്ച് കൂടുതൽ ഇഷ്ടപ്പെട്ടു. കാരണം മിക്ക ആളുടെ അടുത്ത് പറഞ്ഞാൽ ജെൻ 1ൻ്റെ ബമ്പേഴ്സിൻ്റെ ബാക്കിലുള്ള ആ ഒരു എക്സോസ്റ്റ് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്, കുറച്ചുകൂടി സ്പോർട്ടി ആണെന്നാണ്. പക്ഷേ ആക്ച്വലി ഇതൊരു ഫേക്ക് എക്സോസ്റ്റ് ആയിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു ഇതാണ് കുറച്ചും കൂടി ഈ ഒരു വണ്ടിക്ക് മാച്ച് ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ വാഹനത്തിൻ്റെ ബൂട്ട് സ്പേസും കൂടി നോക്കാം. നമുക്കിതിൻ്റെ ടെയിൽ ഗേറ്റിനെ ആക്ച്വലി ഇങ്ങനെയും പ്രസ് ചെയ്ത് തുറക്കാം. അത് മാത്രമല്ല നമുക്ക് റിമോട്ടിൽ ഓപ്പൺ ചെയ്യാൻ പറ്റും. അറൗണ്ട് ഒരു 420 ലിറ്റർ പ്ലസ് ബൂട്ട് സ്പേസ് ഉണ്ട്. അതായത് ഒരു ഫാമിലിക്ക്, ഒരു ചെറിയ ഫാമിലിക്ക് ഒരു യാത്ര ചെയ്യുമ്പോൾ വെക്കാവുന്ന ലഗേജസ് ഒക്കെ വെച്ച് യാത്ര ചെയ്യാൻ സാധിക്കും. അതുപോലെ പവേർഡ് ആയിട്ടുള്ള ഒന്നുമില്ല, നമ്മൾ മാനുവലി തന്നെ ഇതിൻ്റെ ടെയിൽ ഗേറ്റ് ക്ലോസ് ചെയ്യണം. അപ്പോൾ ഇതൊക്കെയായിരുന്നു ജെൻ 2 സീരീസ് ഗ്രാൻഡ് കൂപ്പയുടെ എക്സ്റ്റീരിയേഴ്സ്. എങ്ങനെ ഇഷ്ടപ്പെട്ടോ വണ്ടി എന്നുള്ളത് ഉറപ്പായിട്ടും താഴെ കോമെൻറ്റ് ചെയ്യുക. ഇനി എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഇൻറ്റീരിയേഴ്സിലേക്ക്. 2 സീരീസ് ഗ്രാൻഡ് കൂപ്പയുടെ അകത്ത് കയറുമ്പോൾ നല്ല രീതിക്ക് ബുദ്ധിമുട്ടുണ്ടാവും. അതുപോലെ മിക്ക ആളുകളും പറയാൻ ചാൻസ് ഉണ്ട്, ഇതെന്ത് ഇത്രയും കാശ് കൊടുത്ത് വാങ്ങി താഴ്ന്നിരിക്കുന്നല്ലോ. അപ്പോൾ ബേസിക്കലി ഇതൊക്കെ കാരണമാണ് ഞാൻ ആദ്യം തന്നെ ആ ഒരു നീഷ് കാറ്റഗറി എന്ന് പറഞ്ഞത്. സോ ആ നീഷ് കാറ്റഗറിയിലെ ആൾക്കാർക്ക് ഈ വണ്ടി ഭയങ്കരമായിട്ട് അട്രാക്റ്റ് ചെയ്യും. ആ ഒരു ലോ സ്ലങ് ആയിട്ടിരിക്കുന്ന ഡ്രൈവിംഗ് പൊസിഷൻ ആക്ച്വലി നമുക്ക് ഭയങ്കര കോൺഫിഡൻസ് നൽകും. സോ ജെൻ 1 വെച്ച് നോക്കുമ്പോൾ ജെൻ 2ൻ്റെ അകത്ത് വന്ന മാറ്റങ്ങൾ ആക്ച്വലി ഫുൾ മാറ്റങ്ങളാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഡാഷ്ബോർഡിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ ഡാഷ്ബോർഡ് കംപ്ലീറ്റ്ലി റീഡിസൈൻഡ് ആണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കുറച്ചൊരു ക്വക്കിയാണ് ഇതിൻ്റെ ഡിസൈൻസ്. അപ്പോൾ ഈ ടോപ്പ് എൻഡിൽ നമുക്ക് ഇതിൻ്റെ HUD കാണാൻ പറ്റും വിത്ത് ഓഗ്മെൻറ്റഡ് റിയാലിറ്റി. അപ്പോൾ അതെല്ലാം ഞാൻ ഡ്രൈവിൽ പറയാം. ഇതിൻ്റെ അകത്ത് 2 സ്ക്രീൻസാണ് വരുന്നത്. അപ്പോൾ ഒരു സ്ക്രീൻ വന്നിട്ട് 10.25 ഇഞ്ചും അതുപോലെ തന്നെ ഇൻഫോർടൈൻമെൻറ്റ് സ്ക്രീൻ വരുന്നത് 10.7 ഇഞ്ചിൻ്റെയാണ്. സോ ഇതിൻ്റെ ഇൻഫോർടൈൻമെൻറ്റ് സ്ക്രീൻ നമ്മളെ ഫേസ് ചെയ്തിട്ടായിരിക്കണം. അതുകൊണ്ട് നമുക്ക് ആക്സസ് ചെയ്യാൻ ഭയങ്കര സിമ്പിളാണ്. കാരണം അത് അല്ലെങ്കിൽ ആക്ച്വലി നമ്മൾ കുടുങ്ങിപ്പോകും. ഇതിൻ്റെ റീസൺ എന്താ വെച്ചാൽ ഇതിനകത്തുള്ള ഫിസിക്കൽ ബട്ടൺസ് ആക്ച്വലി ഇല്ല എന്ന് തന്നെ പറയാം. ACD കൺട്രോൾസ് മാത്രമേ ഉള്ളൂ ഫിസിക്കൽ. പിന്നെ ഈ ഒരു ഏരിയയിലുണ്ട്. അപ്പോൾ പെട്ടെന്ന് നമുക്കിപ്പോൾ ബ്ലോവറിൻ്റെ സ്പീഡ് കൂട്ടും കുറയ്ക്കുകയൊക്കെ വേണമെങ്കിൽ ഡ്രൈവിൽ തന്നെ നമ്മൾ ഇതിനകത്തേക്ക് കയറണം. അപ്പോൾ ഇത് കുറച്ചുകൂടി ആക്സസിബിലിറ്റി ഉണ്ട്, ബട്ട് സ്റ്റിൽ ഫിസിക്കൽ ബട്ടൺസ് വെയർ ബെറ്റർ. ഇനി ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിൻ്റെ അകത്ത് റിഫ്ലക്ഷൻസ് ഒന്നും ഇല്ലാത്ത ഒരു രസകരമായിട്ടുള്ള ഇൻഫോർടൈൻമെൻറ്റ് ആസ് വെൽ ആസ് ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററാണ്. പ്രത്യേകിച്ച് ഈ ഒരു സംഭവം വില കൂടുന്നതനുസരിച്ച് നമുക്ക് ആ ഒരു വ്യത്യാസം കാണാൻ സാധിക്കും. പിന്നെ നോർമലി ഇപ്പോൾ വരുന്ന പുതിയ IOയിൽ വർക്കാണ് IO 9 എന്നാണ് ഈ iOSൻ്റെ പേര്. അത് കാരണം നമുക്ക് വലിയ വലിയ വണ്ടികൾ ഇപ്പോൾ X7ലുള്ള എല്ലാ ഫീച്ചേഴ്സും ഇതിൻ്റെ അകത്ത് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. എക്സാമ്പിളായിട്ട് പറയുന്നത് ഡ്രൈവ് റെക്കോർഡ്. അപ്പോൾ ആ ഫീച്ചറൊക്കെ നോർമലി ഏകദേശം ഒരു 1.6 crore വരുന്ന വാഹനത്തിൻ്റെ അകത്തുള്ള സെയിം ഫീച്ചർ നമുക്ക് അറൗണ്ട് ഒരു 50+ lakhs വണ്ടികളിൽ കൂടി അവൈലബിൾ ആണ്. ഇനി ഈ ഒരു ഭാഗത്ത് നോക്കുകയാണെങ്കിൽ ആക്ച്വലി ഇത് M സ്പോർട്ടിൻ്റെ ഒരു ഡിജിറ്റൽ പ്രിൻ്റാണ് നമുക്ക് പറയാൻ പറ്റും. സോ നമുക്ക് AC തണുപ്പിക്കുമ്പോൾ ഇവിടെ ആ ഒരു നീല കളറും അതുപോലെ ചൂടാകുമ്പോൾ റെഡിലേക്ക് മാറും. ഈ കൺട്രോൾസ് എനിക്ക് ആക്ച്വലി ഇഷ്ടപ്പെട്ടു. അതുമാത്രമല്ല ഇപ്പോൾ വരുന്ന BMW വാഹനങ്ങളുടെ അടുത്തൊക്കെ ACയുടെ ഡക്റ്റിൻ്റെ വലിപ്പം അവർ നല്ല രീതിയിൽ കുറയ്ക്കുന്നുണ്ട്. അവർ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഡിഫ്യൂസ്ഡ് എയർ ആയിരിക്കും ഡയറക്റ്റ് ഹീറ്റിനെക്കാട്ടിലും നല്ലതെന്നാണ് അവർ പറയുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണത്. പക്ഷേ ഈ ഒരു ഫിനിഷും അതുപോലെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എനിക്കിൻ്റെ അകത്ത് ഇഷ്ടപ്പെട്ടു എന്ന് പറയാം. ഈ ഒരു ഭാഗത്ത് നമുക്കൊരു ചെറിയൊരു സ്പേസ് ഉണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഒരു ഫോൺ വെക്കാൻ പറ്റും. ഈ ഒരു ഭാഗത്ത് ഫോൺ വെക്കുമ്പോൾ അത് വയർലെസ്ലി ചാർജ് ആവും. 2 കപ്പ് ഹോൾഡേഴ്സ് വെക്കാൻ പറ്റും. ഒരു 12 വോൾട്ട് ചാർജർ ഉണ്ട്. USB-A അല്ല, USB-C ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഈ ഒരു കൺസോൾ ഏരിയയിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ് അവൈലബിൾ ആണ്. അതുപോലെ ഡിഫോഗർ ഫ്രണ്ടും റിയർ അഡ്ജസ്റ്റ് ചെയ്യാം. ഡ്രൈവ് സെലക്ടർ ഉണ്ട്. അപ്പോൾ ഇതിന് മുമ്പത്തെ ജനറേഷൻ വെച്ച് നോക്കുമ്പോൾ ഡ്രൈവ് സെലക്ടറിൻ്റെ വലിപ്പം നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഓട്ടോ പാർക്ക് അവൈലബിൾ ആണ്. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ 360 ഡിഗ്രി പാർക്കിംഗ് ആക്ച്വലി ആക്സസ് ചെയ്യാൻ പറ്റും. ഇതിനകത്ത് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഫീച്ചർ എന്ന് വെച്ചാൽ ഇതിനകത്ത് നമുക്ക് റിവേഴ്സ് അസിസ്റ്റ് ഉണ്ട്. അതായത് 50 മീറ്റർ ഓട്ടോമാറ്റിക്കലി വണ്ടി ഓർത്ത് വയ്ക്കും. സോ ദാറ്റ് നമ്മൾ പാർക്ക് ചെയ്തിട്ട് തിരിച്ചെടുക്കാൻ ഭയങ്കര എളുപ്പമാണ്. അപ്പോൾ ഈ ഒരു സീരീസിനും കൂടി ഇത് വരുമ്പോൾ കുറച്ചുകൂടി പ്രീമിയം ആവുന്നുണ്ട്. ഇവിടെ നമുക്ക് നേൾ ഫിനിഷിലെ വോള്യൂം റോക്കേഴ്സ് ഉണ്ട്. ട്രാക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഹസാർഡ് ലൈറ്റിൻ്റെ ഒരു സംഭവമുണ്ട്. ഇതല്ലാതെ നമുക്ക് നമ്മുടെ ഫേവറേറ്റ്സ് ഇവിടെ സെറ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ കൂടി കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഏരിയയിൽ നോക്കുകയാണെങ്കിൽ ചെറിയൊരു കബി ഹോളാണ്. നമുക്ക് സ്പേസ് വെക്കാൻ പറ്റും. പ്രത്യേകിച്ച് ചില്ലിംഗ് ഫെസിലിറ്റി ഒന്നും കൊടുത്തിട്ടില്ല. ഇനി മാത്രമേ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് എന്ന് പറഞ്ഞാൽ ഈ വാഹനത്തിൻ്റെ സീറ്റ് തന്നെയാണ്. നമ്മൾ ആക്ച്വലി ഭയങ്കര ഹഗ് ചെയ്യുന്ന സീറ്റ്സാണ്. അപ്പോൾ ഇങ്ങനെ ഹഗ് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് നമ്മൾ സ്പീഡ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടി കോൺഫിഡൻസ് നൽകും. അതുമാത്രമല്ല നമുക്ക് ഇതിൻ്റെ അകത്ത് വരുന്ന അണ്ടർ തൈ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. അതുമാത്രമല്ല ഡ്രൈവറും കോ ഡ്രൈവർ സീറ്റ് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ആണ്. ഈ ഒരു ഭാഗത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് നോർമലി വാഹനത്തിൽ കാണുന്ന പോലെ തന്നെ മിററിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റും അതുപോലെ തന്നെ ഈ ഒരു വാഹനത്തിൻ്റെ വിൻഡോസിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് കാണാൻ സാധിക്കും. ലോക്ക് അൺലോക്ക് ഇത് തുറക്കാനുള്ള ഓപ്ഷൻ. ഹാർമൻ കാർഡോൺ ആണ് ഇതിൻ്റെ അകത്ത് സ്പീക്കേഴ്സ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ബേസിക്കലി ഇതിനകത്ത് 12 സ്പീക്കേഴ്സ് വരുന്നുണ്ട്. വാട്ട്സ് കുറച്ച് കുറവാണ്. ഏകദേശം ഒരു 200+ വാട്ട്സ് ഉള്ളൂ.
ഞാൻ ആക്ച്വലി ഇതിൻ്റെ അകത്ത് കുറേ സെറ്റിങ്സ് മിസ് ചെയ്യുന്നു. ഇതിൻ്റെ അകത്തൊരു പ്രോപ്പറായിട്ടൊരു EQ ഇല്ല. ലോ ബാൻഡും അതുപോലെ ഹൈ ബാൻഡിൽ EQ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. സോ ബാക്കിയുള്ള വാഹനത്തിൽ BMW മിക്ക വാഹനങ്ങളും ഹാർമൺ കാർഡിൻ്റെ അകത്തൊരു പ്രോപ്പർ EQ ഉണ്ട്. അതും കൂടി ഇതിൻ്റെ അകത്ത് ഞാൻ എക്സ്പെക്ട് ചെയ്തു. അത് ആക്ച്വലി ഇല്ല. ഇനി ഈ ഒരു ഭാഗത്ത് നോക്കുകയാണെങ്കിൽ വൈസറിൻ്റെ അവിടെ നമുക്ക് ലൈറ്റ് കാണാൻ സാധിക്കും. ഈ ഒരു ഏരിയയിൽ നമുക്ക് ഇവിടുത്തെ ലൈറ്റും IRVM, അതിൻ്റെ അകത്ത് നമുക്കൊരു സെൻസേഴ്സും, ഈ ഒരു ഭാഗത്ത് നമുക്ക് സൺറൂഫ് ഓപ്പൺ ചെയ്യാനുള്ള സംഭവം. അപ്പോൾ ഈ ഒരു ക്യാമറ ഡ്രൈവറിൻ്റെ ഡ്രോസിനെസ് ഡിറ്റക്ട് ചെയ്യാനുള്ള ക്യാമറയല്ല. ഇതിനോട് 2 ഉപയോഗമുണ്ട്. ഒന്ന് നമുക്കിവിടെ സെൽഫി എടുത്ത് കളിക്കാൻ പറ്റും. അതല്ലാത്ത കേസിൽ വണ്ടി പൂട്ടി പോയി കഴിഞ്ഞാൽ ഒരു സർവൈലൻസ് ക്യാമറ പോലെ ഇത് വർക്ക് ചെയ്യും. അപ്പോൾ ഈ മാത്രത്തിൽ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് എൻ്റെ സ്റ്റിയറിംഗ് വീൽ തന്നെയാണ്. സ്റ്റിയറിംഗ് വീലിൻ്റെ പ്രത്യേകത പ്രോപ്പറായിട്ടുള്ള റൗണ്ടാണ്. M Sport സ്റ്റിയറിംഗ് ആണ്. കൺട്രോൾസൊക്കെ ആക്ച്വലി പ്രാക്ടിക്കലി നമുക്ക് ഭയങ്കര എളുപ്പമാണ്. M Sportൻ്റെ ഒരു ബാജിങ് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്തൊരു ബൂസ്റ്റർ മോഡ് അവൈലബിൾ ആണ്. സോ പാഡൽ ഷിഫ്റ്റേഴ്സിനകത്ത് നമുക്ക് പെട്ടെന്നൊരു പവർ വേണ്ട സമയത്ത് ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലെ ബൂസ്റ്ററിന് ഒരു കുറച്ച് നേരം അമർത്തി പിടിച്ച് കഴിഞ്ഞാൽ ഒരു 10 സെക്കൻഡിലേക്ക് നമുക്ക് പവർ കിട്ടും. സോ ആ ഒരു പവർ എങ്ങനെ ഉണ്ടെന്നുള്ള കാര്യം ഉറപ്പായിട്ടും ഡ്രൈവിൽ നോക്കാം. സോ ഇതൊക്കെയായിരുന്നു BMW 2 Series ഗ്രാൻഡ് കൂപ്പേൻ്റെ ഇൻറ്റീരിയേഴ്സ്. സോ ഇൻറ്റീരിയേഴ്സിൻ്റെ വലിപ്പം കുറഞ്ഞു പോയി എന്നൊന്നും കംപ്ലയിൻറ്റ് ചെയ്യരുത്. ബിക്കോസ് ഈ ഒരു വാഹനം അതിന് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയിട്ടില്ല. ഇനി എൻ്റെ ഫേവറേറ്റ് എന്ന് വെച്ചാൽ ഈ ഒരു ഭാഗത്ത് നമുക്ക് ഡിജിറ്റൽ പ്രിൻറ്റ് കാണുകയാണെങ്കിൽ അതിൻ്റെ ഒരു അനലോഗ് പ്രിൻ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് ഫീൽ ചെയ്യിപ്പിക്കുന്നതായിരിക്കും നിങ്ങൾ ഓടിക്കുന്നത് ഒരു പ്രോപ്പർ BMW ആണെന്നുള്ളത്. പിന്നെ എടുത്ത് പറയാനുള്ള കേസ് എന്ന് വെച്ചാൽ BMW 2 Series ഗ്രാൻഡ് കൂപ്പയുടെ അകത്ത് നമ്മൾ എവിടെ കൈ വെക്കുന്നു ആ സ്ഥലത്ത് ആ ഒരു പ്രീമിയം ഫിനിഷ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ഈവൻ അത് എവിടെ വേണമെങ്കിൽ ആയിക്കോട്ടെ, നമ്മൾ കണ്ണ് പൂട്ടിയിട്ട് ഒരു സ്ഥലത്ത് കൈ വെച്ച് കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഒരു പ്രീമിയംനെസ് കാണാൻ സാധിക്കും. ഇതെല്ലാം പോസിറ്റീവ് ആണെങ്കിൽ ഒരു സാധനം ഒരു മിസ് ഔട്ട് ചെയ്തു. ബേസിക്കലി ഈ ഒരു ടൈപ്പ് ഓഫ് വാഹനത്തിൽ നമ്മൾ അഡ്ജസ്റ്റബിൾ സീറ്റ് ബെൽറ്റ് ആഗ്രഹിക്കും. ആക്ച്വലി വാഹനത്തിനകത്ത് ഫിക്സഡ് ആണ്, അത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ അകത്ത് ഞാൻ ഇരിക്കുന്നത് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ളതാണ്. എൻ്റെ ഹൈറ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. സോ ഈ ഒരു സ്പേസ് വെച്ചിട്ട് ഇതിൻ്റെ റിയറിൽ എങ്ങനെയുണ്ടെന്നുള്ള കാര്യം കൂടി ചെക്ക് ചെയ്യാം. ഈ വണ്ടി വാങ്ങുന്ന ഒരാളും ഇതിൻ്റെ സെക്കൻഡ് റോയിലിരുന്ന് യാത്ര ചെയ്യാൻ എന്തായാലും ആഗ്രഹിക്കില്ല. ഇനി ബൈ ചാൻസ് അങ്ങനെ ഒരു സാഹചര്യം വരികയാണെങ്കിൽ ഈ വാഹനം കംഫർട്ടബിൾ ആണോ നമുക്ക് ചെക്ക് ചെയ്യാം. സോ ഞാൻ പറഞ്ഞ പോലെ ഇത് എൻ്റെ കംഫർട്ട് പൊസിഷനാണ്. അപ്പോൾ ഇത് വെച്ച് നോക്കുമ്പോൾ എൻ്റെ മുട്ടുകൾ എന്തായാലും ഇവിടെ തട്ടില്ല, ഞാൻ കാണിച്ചു തരാം. പക്ഷേ ഞാൻ ഇവിടെ വന്നിരിക്കാനുള്ള കാരണം വെച്ചാൽ ഇത് കുറച്ചുകൂടി ഞാൻ ഫ്രണ്ടിലേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ കംഫർട്ട് പൊസിഷൻ. ഇങ്ങനെ നോക്കുമ്പോൾ എനിക്ക് അണ്ടർ തൈയിൽ ഇവിടെ ചെറിയ എക്സ്റ്റൻഷൻ വന്നെങ്കിൽ പോലും ചെറുതായിട്ടത് ലാക്ക് ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല ഇതിൻ്റെ ആ ഒരു സ്ലാൻഡിങ് ആംഗിൾ എന്ന് പറഞ്ഞ് കുറച്ചുകൂടി സ്ട്രെയിറ്റ് ആണ്. സോ നമ്മൾ അത്രയും കംഫർട്ടബിൾ ആയിരിക്കില്ല. ഇനി മൂന്നാമത്തെ കേസ്, എൻ്റെ തല ആക്ച്വലി ഇവിടെ തട്ടുന്നുണ്ട്. അപ്പോൾ അതും ഒരു ഇഷ്യൂ ആണ്. പക്ഷേ എനിക്ക് പറഞ്ഞ പോലെ കാലുകളകത്ത് ഇൻസേർട്ട് ചെയ്ത് വെക്കുമ്പോൾ വലിയ പ്രശ്നങ്ങളില്ല. അപ്പോൾ ഒരു ചെറിയ ദൂരം, അതായത് ഒരു 200 കിലോമീറ്ററൊക്കെ നമുക്ക് ഇവിടുന്ന് ഈ പോകുന്നതിൽ വലിയ പ്രശ്നമൊന്നുമില്ല. പിന്നെ ക്ലോസ്ട്രോഫോബിക് ഫീൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതില്ല, കാരണം എൻ്റെ ഒരു പാനോറാമിക് സൺറൂഫ് വരുന്നുണ്ട്. ആ ഒരു സംഭവം മാറി കെട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അമ്യൂണിറ്റീസ് നോക്കാം. അപ്പോൾ ബേസിക്കലി എല്ലാ വാഹനത്തിലും വരുന്ന പോലെ തന്നെ നമുക്ക് റിയറിലൊരു AC വരുന്നുണ്ട്. ഇത് 12 സോൺ ആണ്. അപ്പോൾ 3 സോൺ അല്ലാത്തതുകൊണ്ട് 2 സോൺ ഫ്രണ്ടിൽ മാത്രമേ ഉള്ളൂ. USB-C കൊടുത്തിട്ടുണ്ട്. ബേസിക്കലി എല്ലാ ജർമ്മൻ വണ്ടിയിൽ വരുന്ന പോലെ വലിയൊരു ലംപ് ഉണ്ട്. സോ തേർഡ് പേഴ്സൺ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ഇരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ ഒരു വണ്ടിയുടെ അകത്ത് ഫ്രെയിംലെസ് മിറർ ആയതുകൊണ്ട് നമുക്ക് സൺബ്ലൈൻഡ് അങ്ങനത്തെ സംഭവങ്ങളും നോർമലി വരാറില്ല. സോ അതും ഇവിടെ കൊടുത്തിട്ടില്ല. ഇനി ഇവിടെ ഒരു ആംബിയൻ ലൈറ്റിംഗ് കൊടുത്തിട്ടുണ്ട്, അത് നമുക്കിവിടെ കാണാൻ സാധിക്കും. സ്പീക്കേഴ്സ് ഇവിടെ കാണാൻ സാധിക്കും. ബോട്ടിൽ ഹോൾഡേഴ്സൊക്കെ 1 ലിറ്റർ വെള്ളം സുഖമായി പിടിക്കേണ്ടതാണ്. സോ ഈ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ നമുക്കൊരു ഹാൻഡ് റെസ്റ്റ് വരുന്നുണ്ട്. 2 കപ്പ് ഹോൾഡേഴ്സ് ഉണ്ട്. അത് അഡാപ്റ്റബിൾ ആണെന്നുള്ള കാര്യം കൂടി പറയാം. 3 പേർക്ക് ഹെഡ് റെസ്റ്റ് ഉണ്ട്. പ്രത്യേകിച്ച് ഈ ഒരു ഭാഗത്തിരുന്ന് ഹെഡ് റെസ്റ്റ് യൂസ് ചെയ്യുന്ന ആൾക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, കാരണം താഴത്തേക്ക് അത് ഇറങ്ങണേ. പക്ഷേ ഇവിടെ ഒരു സ്പീക്കർ സെറ്റപ്പ് ഉണ്ട്. അത് കാരണം ഓഡിയോ ക്വാളിറ്റിയിൽ ഒരു പ്രശ്നമില്ല. പിന്നെ ഒരു ക്ലെവർ ഫീച്ചർ ഞാൻ കാണിച്ചു തരാം. സംഭവം കാണുമ്പോൾ ഇത് എന്താണെന്ന് തോന്നും, പക്ഷേ ആക്ച്വലി ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഹുക്കായിട്ട് വർക്ക് ചെയ്യും. അല്ലാത്തപ്പോൾ നമുക്കതിനെ അടച്ച് വെക്കാനുള്ള സംഭവം ഉണ്ട്. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. 3 പോയിൻറ്റഡ് സീറ്റ് ബെൽറ്റ് ഉണ്ട്. ഐസോഫിക്സ് ഉണ്ട്. സോ വാഹനം BMW ആണ്. അപ്പോൾ സേഫ്റ്റിക്ക് ഒരു കോംപ്രമൈസും ഇല്ല. ലൈറ്റ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ റീഡബിൾ ലൈറ്റ്സ് ആണ്. അധികം നേരം ഞാൻ എന്തായാലും ഇവിടെ ഇരുന്ന് യാത്ര ചെയ്യാൻ ആഗ്രഹിക്കില്ല. പക്ഷേ നിങ്ങളുടെ ഫാമിലിയിൽ നിങ്ങൾക്ക് ഈ വാഹനം ഡ്രൈവിന് പോകുമ്പോൾ നിങ്ങളുടെ ഫാമിലിയുടെ കംഫർട്ടബിൾ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓബിയസ്ലി ഒരു 5'5" to 5'6" വരുന്ന ആ ഒരു ഹൈറ്റിലെ ആൾക്കാർ കംഫർട്ടബിൾ ആയിരിക്കും. സോ ഇതാണ് എൻ്റെ ഡ്രൈവിംഗ് പൊസിഷൻ. ഭയങ്കര കംഫർട്ടബിൾ ഇരുന്ന് ഞാൻ അർമാദിച്ച് ഓടിക്കുന്ന ഒരു സ്പേസ്. അത് വെച്ച് നോക്കുമ്പോൾ എനിക്കിങ്ങനെ ഇരിക്കാൻ പറ്റും, മുട്ടൊന്നും തട്ടുന്നില്ല. പക്ഷേ ഞാൻ കുറച്ചുകൂടി കംഫർട്ടബിളാക്കി ഇരിക്കുമ്പോൾ ഈ ഒരു ഭാഗം ഇവിടെ തട്ടുന്നുണ്ട്. സോ ഇതായിരുന്നു ഈ വാഹനത്തിൻ്റെ സെക്കൻഡ് റോനെ കുറിച്ച്. BMW 2 Series ഗ്രാൻഡ് കൂപ്പേ ഡ്രൈവ് ചെയ്യാൻ എങ്ങനെയുണ്ട്? അപ്പോൾ ഈ ഒരു ഡ്രൈവ് ചെയ്യാൻ എങ്ങനെയുണ്ട് എന്നുള്ള ചോദ്യം വരാനുള്ള റീസൺ തന്നെ ഓബിയസ്ലി കമ്പാരിസൺ വരും. കാരണം ഇതിന് മുമ്പത്തെ ജനറേഷൻ 2 ലിറ്റർ ആയിരുന്നു. അപ്പോൾ ഇതിപ്പോൾ 1.5 ലിറ്ററായി മാറിയപ്പോൾ ഓബിയസ്ലി വേറെ കാര്യം കൂടി ഉണ്ട്, ഇത് 3 സിലിണ്ടറാണ്. അപ്പോൾ മിക്ക ആളുകൾക്ക് എന്താ തോന്നുന്നത് വെച്ചാൽ പവറൊക്കെ കുറഞ്ഞല്ലോ, ആ പഴയ ഫസ്റ്റ് ജനറേഷൻ്റെ ആ ഒരു ഫീൽ ഇല്ലല്ലോ എന്നുള്ള. സോ ഞാൻ പറഞ്ഞേക്കാട്ടിൽ ഏറ്റവും ബെറ്റർ എന്താ വെച്ചാൽ നിങ്ങൾ തന്നെ അത് അനുഭവിക്കുക. ഞാൻ സ്പോർട്ട് മോഡിലിട്ടു, ജസ്റ്റ് ഒന്ന് പുഷ് ചെയ്യാം. ലിറ്ററലി ഞാൻ ഹാപ്പിയാണ്. ഇനി എനിക്ക് കുറച്ചുകൂടി ഹാപ്പിനെസ് വേണമെങ്കിൽ ഈ ഒരു ബൂസ്റ്റ് മോഡ് ആക്ടിവേറ്റ് ചെയ്യാം. ലെഫ്റ്റ് സൈഡിലുള്ള ഈ പാഡൽ ഷിഫ്റ്റേഴ്സ് ഒരു 3 സെക്കൻഡ് പിടിച്ച് കഴിഞ്ഞാൽ ബൂസ്റ്റ് മോഡ് ആക്ടിവേറ്റ് ആയി, പിന്നെ അങ്ങോട്ടത് വലിച്ച് പൊക്കോളും. 150, 160 ഒക്കെ ഇതിനൊരു വലിയ വിഷയമേ അല്ല. അപ്പോൾ നമ്മൾ ലീഗൽ സ്പീഡിലേക്ക് തിരിച്ചു വന്നു. സോ ഇതിൻ്റെ മുമ്പത്തെ ജനറേഷൻ വെച്ച് നോക്കുമ്പോൾ ഇതിനകത്ത് എന്താണ് വലിയ മാറ്റം? സോ പവറിൽ ഒരു മാറ്റമില്ല. ഇനി ഞാൻ സ്പെക്കിനെ കുറിച്ച് പറയാം. 1.5 ലിറ്ററാണ്, 3 സിലിണ്ടറാണ്, പക്ഷേ
ടിൻ ടെർബോ ആണ്. അപ്പോൾ ട്വിൻ ടെർബോ വരുമ്പോഴാണ് ഇതിൻ്റെ അകത്ത് ആ ഒരു പവറിന് കുറവ് വരാത്ത. ഇനി ഹെൽത്തി ആയിട്ടുള്ള ഫിഗേഴ്സാണ്. ഏകദേശം നമുക്കൊരു 230 Nm ഓഫ് ടോർക്കും അതുപോലെ 156 bhp ഓഫ് പവറും ഉണ്ട്. സോ നമുക്ക് ഈ വാഹനത്തിന് നല്ല രസകരമായിട്ട് ക്രൂസ് ചെയ്യാൻ പറ്റും. ഇനി 0 to 100 ഒക്കെ ക്ലോക്ക് ചെയ്യണമെങ്കിൽ ഒരു 8.6 സെക്കൻഡ്സിൽ നമുക്ക് ക്ലോക്ക് ചെയ്യാം. ഇനി ഇതിൻ്റെ ടോപ്പ് സ്പീഡ് എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു 230 വരെ നമുക്ക് ഓടിക്കാൻ സാധിക്കും. സോ ജനറേഷൻ 1 വെച്ച് കമ്പയർ ചെയ്യുന്നവർക്ക് ഫിഗേഴ്സിൻ്റെ അകത്തും അതുപോലെ തന്നെ ലിറ്റർ മാറി വെച്ചിട്ട് ഈ വാഹനത്തിനകത്ത് പെർഫോമൻസും അല്ലെങ്കിൽ ആ ഡ്രൈവിംഗ് പ്ലഷർ മാറിയിട്ടില്ല എന്നാണ് എനിക്ക് ആദ്യം പറയാനുള്ളത്. ഇനി വാഹനത്തിൻ്റെ എല്ലാ ഡീറ്റെയിൽസും നമുക്ക് നോക്കാം. സോ നെക്സ്റ്റ് നമ്മൾ സംസാരിക്കുന്നത് ഈ വാഹനത്തിൻ്റെ സ്റ്റിയറിംഗ് ആണ്. ഭയങ്കര ചങ്കി ആയിട്ടുള്ള സ്റ്റിയറിംഗ് ആണ് ഹോൾഡ് ചെയ്യാനായിട്ട്. എനിക്കിഷ്ടമാണ് ഇങ്ങനത്തെ റൗണ്ടഡ് സ്റ്റിയറിംഗ്സ് റാദർ തന്നെ ഫ്ലാറ്റ് ബോട്ടം. സോ ഫീഡ്ബാക്ക് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രിസൈസ് ആണ് ഓബ്വിയസ്ലി. അതുമാത്രമല്ല നമുക്ക് ഭയങ്കര കോൺഫിഡൻസ് നൽകും. ഈ വണ്ടി നമ്മളിപ്പോൾ നോർമൽ കണ്ടീഷൻസിൽ ഭയങ്കര സോഫ്റ്റ് ആയിട്ടൊക്കെ ഫീൽ ചെയ്തെങ്കിൽ പോലും വണ്ടി സ്പീഡ് കൂടുന്നതനുസരിച്ച് നമുക്ക് ആ ഒരു കോൺഫിഡൻസ് തരും. ഇപ്പോൾ ഞാനൊരു ഏകദേശം ഒരു 150-160 ഒന്ന് ട്രൈ ഔട്ട് ചെയ്തൊരു കോർണർ ഭയങ്കര കോൺഫിഡൻസ് നൽകി. സോ ഇതിനെക്കുറിച്ച് എടുത്ത് പറയേണ്ട ആവശ്യമില്ല. കാരണം BMW സ്റ്റീറിംഗ് കാലിബ്രേഷൻ ചെയ്യാൻ തന്നെ ആ ഒരു രീതിക്കാണ്. ഇതിനകത്ത് എന്നെ ഏറ്റവും കൂടുതൽ ഇമ്പ്രസ് ചെയ്ത സാധനം വെച്ചാൽ ഞാനൊരു 150 ചെയ്തപ്പോഴും എനിക്ക് ഈ വണ്ടീനെ ധൈര്യം നൽകിയത് സ്റ്റിയറിങ്ങിനേക്കാൾ കൂടുതൽ ഇതിൻ്റെ ബ്രേക്കിങ്സ് ആണ്. വൺ ഓഫ് ദ മോസ്റ്റ് എഫിഷ്യൻറ്റ് ബ്രേക്കിങ്സ് ആണ്. നമുക്ക് ശരിക്കും ട്രിപ്പിൾ ഡിജിറ്റ്സ് ക്രൂസ് ചെയ്തിട്ട് നമുക്ക് ഈ വണ്ടീനെ അണ്ടർ കൺട്രോളിലാക്കാൻ ഇതിൻ്റെ ബ്രേക്കിംഗ് സഹായിക്കുന്നുണ്ട്. അപ്പോൾ എന്താ വെച്ചാൽ ജനറേഷൻ 1 വെച്ച് നോക്കുമ്പോൾ ജനറേഷൻ 2ൻ്റെ അകത്ത് ബ്രേക്കിങ്ങിൻ്റെ അകത്ത് റീകാലിബ്രേഷൻ വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ വണ്ടിയുടെ പവർ അനുസരിച്ചാണ് അത് റീകാലിബ്രേറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി ബ്രേക്കിങ്ങിൽ മാത്രമല്ല നമുക്ക് ഈ വാഹനം ഓടിക്കുമ്പോൾ ഡൈനാമിക്സ് ആസ് യൂഷ്വൽ നമുക്കത് ഫീൽ ചെയ്യും. പക്ഷേ അതല്ലാതെ നമുക്ക് കുറച്ചും കൂടി റൈഡ് കംഫർട്ട് കൂടിയിട്ടുണ്ട്. അതിൻ്റെ റീസൺ ഇതിനകത്ത് വരുന്നത് സസ്പെൻഷനിൽ ഇപ്പോൾ സസ്പെൻഷനിലെ ട്യൂണിങ് വ്യത്യാസമുണ്ട്, ഡാമ്പേഴ്സിൽ ആ ഒരു ട്യൂണിങ് വ്യത്യാസമുണ്ട്. അത് കാരണം തന്നെ നമുക്കത് കുറച്ചും കൂടി രസമാണ് ഓടിക്കാൻ. ഈവൻ കമ്പയർ ചെയ്യുമ്പോൾ ജെൻ 1ൻ്റെ അകത്തുള്ള ടയർ സൈസ് 17 ഇഞ്ച് ആണെങ്കിൽ ഇതിപ്പോൾ 18 ഇഞ്ചായി. അപ്പോൾ ഓബ്വിയസ്ലി അങ്ങനെ ടയർ വലുപ്പം കൂടുമ്പോൾ മിക്ക ആളുകളും പറയുന്നത് വെച്ചാൽ റൈഡ് കംഫർട്ട് കുറയുക ചെയ്യുക. പക്ഷേ റൈഡ് കംഫർട്ട് കൂടിയിട്ടുണ്ട് ജസ്റ്റ് ബിക്കോസ് ഇതിൻ്റെ ഡാമ്പിങ്ങും സസ്പെൻഷനും റീട്യൂൺഡാണ്. സോ BMW 2 Series ഗ്രാൻഡ് കൂപ്പി ഓടിക്കുമ്പോൾ നമുക്ക് അപ്പോൾ ഓബ്വിയസ്ലി ഞാൻ സ്ഥിരമായൊരു ഫോക്സ് വാഗൻ വെൻറ്റോ ഒക്കെ ഓടിക്കുന്ന ഒരാളാണ്. അപ്പോൾ നമുക്ക് വലിയൊരു വണ്ടി പോലെ ഫീൽ ചെയ്യുക. കാരണം ഇതിൻ്റെ അകത്ത് 1800 mm ആണ് ഇതിൻ്റെ വീതി വരുന്നത്. പക്ഷേ ഇതിൻ്റെ അകത്ത് ഈ ഒരു വീതി കുറച്ച് കുറഞ്ഞാലും ഇതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ എടുത്ത് പറയേണ്ട കേസ് എന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് വന്ന എർഗണോമിക്സ് ആണ്. സോ ഓബ്വിയസ്ലി എല്ലാ ജർമൻസിനെ പോലെ ഇതിൻ്റെ അകത്തുള്ള ആ ഒരു സ്ക്രീൻ നമ്മളെ ഫോക്കസ് ചെയ്യുന്നുണ്ട്. നമുക്ക് വേണ്ട എല്ലാ സംഭവങ്ങളും ഇപ്പോൾ പ്രത്യേകിച്ച് ഇതിൻ്റെ അകത്ത് ഇവിടെ എവിടെയും കൺട്രോൾസ് ഇല്ല. AC ക്കാണെങ്കിൽ എല്ലാത്തിനും നമുക്ക് അകത്ത് കൺട്രോൾ ചെയ്യണമെങ്കിൽ പോലും നമുക്ക് കുറച്ചും കൂടി എളുപ്പമാണ്. നമ്മൾ കൈ പെട്ടെന്ന് എത്തും. അതുപോലെ ഈ ഒരു ഏരിയയിൽ ഇതിന് മുമ്പത്തെ ജനറേഷനിൽ ആ വലിയൊരു എന്താ പറയുക ഗിയർ സെലക്ടറൊക്കെ കംപ്ലീറ്റ്ലി ചെറുതാക്കിയിട്ടുണ്ട്. സോ അതും ഈസി ആക്സസ് ആണ്. ഫോൺ ചാർജ് ചെയ്യാനാണെങ്കിലും ഈ ഒരു ഭാഗത്ത് AC വെൻസിൻ്റെ മറ്റേ കാര്യങ്ങളൊക്കെ ആണെങ്കിലും എല്ലാം നമ്മുടെ കയ്യെത്തും ദൂരത്താണ്. സോ എർഗണോമിക്സ് ഈ ഒരു വാഹനത്തിന് നമുക്ക് ഏകദേശം 10ൽ 9 മാർക്ക് കൊടുക്കാം. അപ്പോൾ ഇങ്ങനത്തെ വാഹനങ്ങൾ ഓടിക്കുമ്പോൾ കംഫർട്ടിൻ്റെ കൂടെ തന്നെ നമുക്ക് വേണ്ടത് കോൺഫിഡൻസ് ആണ്. സോ അത് പ്രൊവൈഡ് ചെയ്യുന്നത് ഇതിൻ്റെ സീറ്റാണ്. ആക്ച്വലി പ്ലഷ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇതിൻ്റെ ബോൾസ്റ്റേഴ്സ് നമ്മൾ നല്ല രീതിക്ക് ഹഗ് ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോൾ ട്രിപ്പിൾ ഡിജിറ്റ് സ്പീഡൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് കോൺഫിഡൻസ് കുറയുന്നില്ല. അതിൻ്റെ 3 റീസൺസ്: ഒന്ന് സ്റ്റിയറിംഗ് റെസ്പോൺസ്, ഒന്ന് ഇതിൻ്റെ അകത്തുള്ള ബ്രേക്കിംഗ്, അതുപോലെ തന്നെ നമ്മൾ ഹഗ് ചെയ്യുന്ന സീറ്റ്സ്. സോ ദാറ്റ് നമ്മൾ ഭയങ്കര സ്പീഡിൽ കോർണർ ചെയ്യുമ്പോൾ നമ്മൾ എവിടെയും ഇളകുന്ന ഫീലില്ല. ഇനി ഇതിനകത്തുള്ള ഫീച്ചേഴ്സായിട്ട് പറയാനാണെങ്കിൽ നമുക്ക് തൈ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. അതല്ലാതെ അതിൻ്റെ അകത്ത് വെൻറ്റിലേറ്റഡ് സീറ്റ്സ് വരില്ല. കാരണം ഇതേ വാഹനത്തിൻ്റെ പുറത്തുള്ള വേർഷൻസ് ലൈക്ക് ഇന്ത്യയുടെ പുറത്തുള്ള സ്പെക്കിൻ്റെ അകത്ത് വെൻറ്റിലേറ്റഡ് സീറ്റ്സ് വരുന്നുണ്ട്. സോ ഇന്ത്യൻ കണ്ടീഷൻ്റെ അകത്ത് അതൊരു മിസ് ഔട്ടാണ്. പക്ഷേ ഇതിനകത്തുള്ള AC നല്ല രീതിക്ക് പെർഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ ACയുടെ ഗുണം എന്താ വെച്ചാൽ കാണുമ്പോൾ നമുക്ക് ഫ്ലോ കുറച്ച് കുറവ് പോലെ തോന്നിക്കും. ലൈക്ക് വലിയ വെൻസ് അല്ല. പക്ഷേ ഈ ഒരു വാഹനത്തിനകത്ത് ഞാനിപ്പോൾ ഷൂട്ട് ചെയ്യുന്നത് ചെന്നൈയിലാണ്. ചെന്നൈയിൽ ഏകദേശം ഇപ്പോൾ 36 ഡിഗ്രി ഉണ്ടെങ്കിൽ പോലും നമ്മളത് ഭയങ്കര എന്താ പറയുക ഹാപ്പി ആക്കി വെക്കുന്നുണ്ട് ഇൻ ടേംസ് ഓഫ് കൂളിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ. സോ ഇംപ്രസ്ഡ് വിത്ത് ദ AC. ആൻഡ് അതുപോലെ തന്നെ സീറ്റിങ്ങിലും നമുക്ക് എവിടെയും ഒരു എന്താ പറയുക ലാക്ക് ഫീൽ ചെയ്യുന്നില്ല. പക്ഷേ എൻ്റെ ഒരു പേഴ്സണൽ ഇതാണെന്ന്. കാരണം നോർമലി ഇതിനകത്തൊരു വെൻറ്റിലേറ്റഡ് സീറ്റ്സ് വരികയാണെങ്കിൽ അത് കുറച്ചും കൂടി എക്സ്ട്രാ കംഫർട്ട് നൽകിയേനെ. NVH ലെവലിനെ കുറിച്ചാണ്. സോ നോയ്സ് ആൻഡ് വൈബ്രേഷൻസ് ആക്ച്വലി വെൽ ഇൻസുലേറ്റഡ് ആണ്. പക്ഷേ നമുക്ക് നല്ല രീതിക്ക് ഇതിൻ്റെ അകത്തുള്ള ടയർ നോയ്സ് ഓഡിബിൾ ആണ്. ഇപ്പോൾ ഞാൻ ഓടിക്കുന്നത് ഒരു 70 to 80 സ്പീഡിലാണ്, നോർമൽ സ്പീഡിലാണ്. പക്ഷേ ഇതിൻ്റെ അകത്ത് എൻജിൻ്റെ ശബ്ദമൊന്നും വരുന്നില്ല. പക്ഷേ ഇതിനകത്ത് ആ ഒരു ടയർ ഓടുമ്പോൾ വരുന്ന ആ ശബ്ദം ആക്ച്വലി നമുക്ക് നല്ല രീതിക്ക് അകത്ത് വരുന്നുണ്ട്. സോ ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് മാത്രമേ ഉള്ളൂ എവിടെയെങ്കിലൊക്കെ കുറച്ച് നമുക്കൊന്ന് ഇമ്പ്രൂവ് ചെയ്യാനുള്ള സംഭവം. പക്ഷേ അല്ലാത്ത രീതിക്ക് ബാക്കി എൻജിൻ്റെ കമ്പാർട്ട്മെൻറ്റ് സീലിങ്ങും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആണ്. ഇനി നമുക്ക് 2 Series ഗ്രാൻഡ് കൂപ്പിൻ്റെ ടേണിംഗ് റേഡിയസും കൂടി നോക്കാം. സ്റ്റീറിംഗ് ഭയങ്കര ലൈറ്റാണ്. യെസ്, സേഫറാണ്. ഭയങ്കര സിമ്പിളാണ് നമുക്ക് വണ്ടി തിരിച്ചെടുക്കാനായിട്ട്. സോ ഈ ഒരു വണ്ടിനകത്ത് എനിക്ക് എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ മിക്ക വാഹനങ്ങളും ലൈക്ക് എല്ലാ ബ്രാൻഡുകളും ടച്ച് സ്ക്രീനും അതുപോലെ
ചില വാഹനങ്ങൾ 3 സ്ക്രീൻ കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇവിടെയാണ് ഈ BMW പോലത്തെ ബ്രാൻഡഡ് വെഹിക്കിളിൽ വരുന്ന മാറ്റം. അപ്പോൾ ഇതിൻ്റെ അകത്തിൽ വരുന്ന ടച്ച് സ്ക്രീൻ നമ്മളെ ഫോക്കസ് ചെയ്തിരിക്കുന്നുണ്ട്. പക്ഷേ അത് മാത്രമല്ല നമുക്ക് റിഫ്ലക്ഷൻസ് വളരെ കുറവാണ്. ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് ചെറിയ റിഫ്ലക്ഷൻസ് വരുന്നത് ഈ ഒരു ഡാഷ്ബോർഡിൻ്റെ ഈ ലേ ഔട്ടിൽ വരുന്ന റിഫ്ലക്ഷൻസ് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഈ ഒരു സ്ക്രീൻ ആക്ച്വലി ഭയങ്കര വിസിബിളാണ്. അപ്പോൾ ഞാൻ മിക്ക വാഹനങ്ങളുടെ അകത്തും ഇപ്പോൾ 3 ലെയറിലെ ടച്ച് സ്ക്രീനൊക്കെ വരുന്ന വാഹനങ്ങൾ ഓടിക്കുമ്പോൾ അതിനകത്ത് കുറേ ഫീച്ചേഴ്സ് ഉണ്ടാവുമായിരിക്കും. പക്ഷേ ആ ഫീച്ചേഴ്സ് നമുക്ക് മാക്സിമം അങ്ങോട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല. അതായത് ഞാനിപ്പോൾ ഒരു മൂവി പ്ലേ ചെയ്യുകയാണെങ്കിൽ ആ മൂവി നമുക്ക് തന്നെ ആക്ച്വലി അതിൻ്റെ അകത്ത് കാണാൻ സാധിക്കും. ലൈക്ക് നമ്മളെ ആ ഒരു മൂവിയുടെ അകത്ത് കാണാൻ സാധിക്കും. സോ ആ ഒരു കേസിൽ ഇതിൻ്റെ അകത്ത് വരുന്ന ആ ഒരു ഡിസ്പ്ലേസിൻ്റെ ക്ലാരിറ്റിയും അതുമാത്രമല്ല റിഫ്ലക്ഷൻസ് കുറവും നമ്മൾ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി ഇതിനകത്ത് എനിക്ക് 2 ഫീച്ചേഴ്സും കൂടി എടുത്ത് പറയാനുണ്ട്. കാരണം നോർമലി ഇങ്ങനത്തെ വാഹനം ഓടിക്കുമ്പോൾ പ്രത്യേകിച്ച് നമ്മൾ സ്പീഡൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഒരു റോഡിലേക്ക് ശ്രദ്ധ കൂടുതൽ വെക്കേണ്ട സിറ്റുവേഷനിൽ ഇതിൻ്റെ ആ ഒരു ഓഗ്മെൻറ്റഡ് റിയാലിറ്റി വരുന്ന HUD നമ്മളെ ഭയങ്കര കംഫർട്ടബിൾ ആക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്തുള്ള വേറൊരു ഫീച്ചർ എന്ന് വെച്ചാൽ നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതിൻ്റെ അകത്തൊരു ക്യാമറ ഉണ്ട്. സോ ഈ ക്യാമറ ബേസിക്കലി നമ്മുടെ ഡ്രൗസിനെസ് ഡിറ്റക്ട് ചെയ്യാനുള്ള ക്യാമറയല്ല, ഇത് ആക്ച്വലി ഒരു സേഫ്റ്റി ക്യാമറയാണ്. വേണമെങ്കിൽ ഇത് വെച്ച് നമുക്ക് സെൽഫി ഒക്കെ എടുത്ത് കളിക്കാം. അത് ഞാൻ വല്ലാണ്ട് റെക്കമെൻഡ് ചെയ്യില്ല. പക്ഷേ നോർമൽ കണ്ടീഷൻസിൽ ഇപ്പോൾ നമ്മൾ വണ്ടി എവിടെയെങ്കിലൊക്കെ ഇട്ട് പൂട്ടി പോയി കഴിഞ്ഞാൽ ഇതൊരു സർവൈലൻസ് ക്യാമറ പോലെയും കൂടി ആക്റ്റീവ് ആവും. അതായത് അകത്തുള്ള സംഭവങ്ങൾക്കൊക്കെ നമുക്ക് എവിടെ നിന്നിട്ടും കാണാൻ സാധിക്കും. സോ ഇതൊരു സംഭവമാണ്. അപ്പോൾ കണ്ടോ, റോഡിൻ്റെ അകത്ത് ആ ഒരു അണ്ടുലേഷൻസ് വരുമ്പോൾ നമുക്ക് ആ ഒരു ടയർ സൗണ്ട് ശരിക്കും കേൾക്കാൻ സാധിക്കുന്നുണ്ട്. സോ ഇത്രയും കാര്യങ്ങൾ ഞാൻ പോസിറ്റീവായിട്ട് ഈ ഒരു വണ്ടിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ എനിക്കിൻ്റെ അകത്ത് 2 സംഭവങ്ങൾ നിങ്ങളെ ഹൈലൈറ്റ് ചെയ്യുന്നു തോന്നി. ഒന്ന് വന്നിട്ട് ഈ ഒരു വാഹനത്തിലുള്ള ഫിസിക്കൽ ബട്ടൺസ് ഇല്ലായ്മ. പ്രത്യേകിച്ച് ഇപ്പോൾ ACയുടെ കൺട്രോൾസ് ആണെങ്കിൽ എന്തിനും നമുക്ക് ഈ സ്ക്രീനിലേക്ക് പോകണം. സോ പ്രത്യേകിച്ച് ഈ വണ്ടിയൊക്കെ വെച്ചിട്ട് നമ്മൾ ട്രിപ്പിൾ ഡിജിറ്റ് സ്പീഡൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ചെറിയൊരു ഡിസ്ട്രാക്ഷൻ ഒരു ആക്സിഡൻറ്റിൽ സംഭവിക്കാനുള്ള ചാൻസസ് ഉണ്ട്. സോ ഇത് ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. സോ ഈ ഒരു ഭാഗത്തൊക്കെ ശരിക്കും ഇത് ഒരു എന്താ പറയുക കളറും അതുപോലെ പാലറ്റൊക്കെയാണ്. പക്ഷേ അതിന് പകരം ഇവിടെ കുറച്ച് ബട്ടൺസ് കൊടുത്തിരുന്നെങ്കിൽ ഉറപ്പായിട്ടത് ഹെൽപ്ഫുൾ ആയിരുന്നേ. ഇനി ഞാൻ പറഞ്ഞു ഈ വണ്ടി നല്ല പവർഫുൾ ആണെന്നൊക്കെ പറഞ്ഞെങ്കിൽ പോലും നമുക്ക് ആ ഒരു G-ഫോഴ്സ് നമുക്കിൻ്റെ അകത്ത് കിട്ടില്ല. വെച്ചിട്ട് വണ്ടി G-ഫോഴ്സ് നൽകിയില്ല വെച്ചിട്ട് പവർ കുറവൊന്നുമില്ല, അതിലൊരു മാറ്റവുമില്ല. പക്ഷേ നമ്മൾ ആ ഒരു സീറ്റിലേക്ക് വലിക്കുന്നൊരു G-ഫോഴ്സ് ഉണ്ട്. പ്രത്യേകിച്ച് ബൂസ്റ്റർ മോഡിലൊക്കെ നമ്മൾ പ്രതീക്ഷിക്കും, അത് നമുക്കിവിടെ ലാക്ക് ചെയ്യുന്നുണ്ട്. ഈ ഒരു ഭാഗത്ത് യൂസ് ചെയ്യുന്ന ഗിയർ ബോക്സ് 7 സ്പീഡ് DCT ആണ്, ഡുവൽ ക്ലച്ച് ട്രാൻസ്മിഷനാണ് വരുന്നത്. സോ ഷിഫ്റ്റ്സൊക്കെ ഭയങ്കര എന്താ പറയുക സ്മൂത്താണ്, നമ്മൾ അറിയുന്നില്ല. അത് മിക്ക DCT അതുപോലെ തന്നെയാണ്. ഇതിൻ്റെ കൂടെ മേറ്റ് ചെയ്തപ്പോൾ നല്ല രീതിക്കുള്ള ഔട്ട്പുട്ടാണ് ഈ വാഹനം നൽകാൻ. ഇനി ഇതിൻ്റെ ഏറ്റവും വലിയ ഇംപ്രസീവ് ആയിട്ടുള്ള സംബന്ധിച്ച് ഈ വാഹനത്തിൻ്റെ അകത്ത് വരുന്ന ഫ്യൂൽ എഫിഷ്യൻസിയാണ്. അപ്പോൾ കമ്പനി ക്ലെയിം ചെയ്യുന്നത് മോർ ദാൻ 16 km/L ആണ്. അപ്പോൾ ഒബ്വിയസ്ലി BMW പോലത്തെ ഒരു വാഹനം വാങ്ങി നമ്മൾ എപ്പോഴും ഈ വാഹനത്തിന് നമ്മൾ പെർഫോമൻസ് ആണ് ആഗ്രഹിക്കുക. അതുപോലെ നമ്മൾ ചവിട്ടി ഓടിച്ചിട്ട് നമുക്ക് ഏകദേശം ഒരു 13, 14, 15, 16 ഒക്കെ ഫ്യൂൽ എഫിഷ്യൻസി കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി അത് ഭയങ്കര ഇംപ്രസീവാണ്. ഇനി സേഫ്റ്റി കേസിൽ നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് എഡാസ് സൂട്ട് വരുന്നുണ്ട്. അപ്പോൾ നോർമലി എഡാസ് സൂട്ടിൻ്റെ അകത്ത് നമ്മുടെ നാട്ടിൽ വരുന്ന വാഹനങ്ങൾക്കൊക്കെ മിക്കതും കൂടുതൽ ഫീച്ചേഴ്സ് വരാറുണ്ട്. 21 ഫീച്ചർ, 20 ഫീച്ചർ അങ്ങനെയൊക്കെയാണ് പറയുക. ഇതിനകത്ത് ബേസിക്കലി 4 ഫീച്ചേഴ്സേ ഉള്ളൂ. അത് കമൻറ്റബിൾ ആണ്. കാരണം അതിൻ്റെ അകത്ത് ബേസിക്കലി വേണ്ട സാധനം എന്താ, ലെയിൻ കീപ്പ് അസിസ്റ്റ് അത് വരുന്നുണ്ട്. അതുപോലെ തന്നെ ബ്ലൈൻഡ് സ്പോട്ട് വാർണിംഗ് വരുന്നുണ്ട്, ഫ്രണ്ട് കൊല്യൂഷൻ വാർണിംഗ് ഉണ്ട്, റിയർ കൊല്യൂഷൻ വാർണിംഗ് ഉണ്ട്. അപ്പോൾ ബേസിക്കലി നമ്മുടെ നാട്ടിൽ വണ്ടി ഓടിക്കുമ്പോൾ വേണ്ട ആ ഒരു അസിസ്റ്റ് ഫീച്ചേഴ്സ് എല്ലാം ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. അത് മാത്രമല്ല സേഫ്റ്റിക്ക് ഇതിൻ്റെ അകത്ത് ഡ്രൈവ് റെക്കോർഡ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ നമ്മുടെ BMW X7 വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ അകത്തുണ്ടായിരുന്നു. ലൈക്ക് ബേസിക്കലി ഇപ്പോൾ നമ്മുടെ വണ്ടിക്ക് എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ ആ സാധനം ഡ്രൈവ് റെക്കോർഡ് വെച്ച് നമുക്ക് റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം ഒരു 30 സെക്കൻഡ് ഫ്രണ്ടിലും 30 സെക്കൻഡ് ബാക്കിലും അത് ഏകദേശം 1 മിനിറ്റിൻ്റെ ഫയൽ കിട്ടും. സോ ആ സെയിം സംഭവം ഈ ഒരു മാത്രമത് വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ വണ്ടി എനിക്ക് കുറച്ച് കൂടുതൽ ഇഷ്ടം. കാരണം കുറച്ചുകൂടി ടെക് സാവിയാണ് BMW 2 സീരീസ് ഗ്രാൻഡ് കൂപ്പി. BMW സ്റ്റേബിളിൻ്റെ അകത്ത് ഏറ്റവും എളുപ്പത്തിൽ സൗണ്ട് ട്യൂൺ ചെയ്യാൻ പറ്റുന്ന ഏതാ വണ്ടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പറയാൻ പറ്റും അത് 2 സീരീസ് ഗ്രാൻഡ് കൂപ്പാണ്. അപ്പോൾ എത്ര സിമ്പിളാണെന്നുള്ളത് കണ്ടാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. അപ്പോൾ അതിനകത്ത് വരുന്ന സൗണ്ട് സിസ്റ്റം ഹാർമൺ കാർഡോൻ്റെയാണ്. 12 സ്പീക്കേഴ്സ് വരുന്നത്. വാട്ട്സിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ 204 to 205 വാട്ട്സേ ഉള്ളൂ. അധികം പവറൊന്നുമില്ല, പക്ഷേ എല്ലാ ശബ്ദം ക്ലീനാണ്. എൻ്റെ ഒരു അഭിപ്രായം എന്താ വെച്ചാൽ എൻ്റെ അകത്ത് കുറച്ചുകൂടി EQ സെറ്റിങ്സ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി നല്ല ആ ഒരു ടൊണാലിറ്റിയിലേക്ക് എത്തായിരിക്കും. പക്ഷേ അത് ഇവർ കൊടുത്തിട്ടില്ല. സോ എങ്ങനെ ട്യൂൺ ചെയ്യാം, അതിൻ്റെ സൗണ്ടിലേക്ക് പോവുക, ഇത്രയേ ഉള്ളൂ സംഭവം. ട്രബിൾ എടുക്കുക. അപ്പോൾ ടോട്ടലിൻ്റെ അകത്ത് ഇത് 0 ആണെങ്കിൽ അവിടെ ഒരു 9 പോയിൻറ്റ് കൂട്ടി വയ്ക്കുക. ബേസിൽ സെൻറ്ററിൽ നിന്ന് ഒരു 4 പോയിൻറ്റ് കൂട്ടി വയ്ക്കുക. ബാലൻസിലൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഫീഡർ ബാലൻസ് സെൻറ്ററിൽ നിന്ന് ഒരു 4 പോയിൻറ്റ് കൂട്ടി വയ്ക്കുക. ഇവിടെ പിന്നെ വേറെ ഒന്നും ചെയ്യാനില്ല. ഇനി ഏറ്റവും മുകളിൽ എൻഹാൻസ് സൗണ്ട് ഉണ്ട്, അത് ഓഫ് ചെയ്യാതിരിക്കുക അല്ലെങ്കിൽ ഓൺ ചെയ്ത് വെക്കുക. അപ്പോൾ ഇത്രയേ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അതിന് ശേഷം നമുക്ക് പാട്ട് കേട്ട് നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെ തോന്നുന്നു വെച്ചാൽ ക്ലീൻ ആൻഡ് ക്ലിയർ ആണ്. പക്ഷേ ഒന്നും ഒരു ഔട്ട് ഓഫ് ദ ബോക്സ് ഇല്ല. സോ നിങ്ങൾക്ക് ഈ വാഹനത്തിൻ്റെ ഔട്ട്പുട്ട് കേൾക്കണമെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ആയിട്ടുള്ള ഓൾ തിങ്സ് ഓട്ടോ ഒഫീഷ്യൽ പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ സൗണ്ട് ഔട്ട്പുട്ട് കേൾക്കാൻ സാധിക്കും. ഇവിടെ നമുക്കത് പ്ലേ ചെയ്യാൻ പറ്റില്ല, കാരണം കോപ്പിറൈറ്റ് ഇഷ്യൂ ആണ്. സോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും താഴെ കോമെൻറ്റ് ചെയ്യാൻ മറക്കരുത്. BMW 2 സീരീസ് ഗ്രാൻഡ് കൂപ്പയുടെ വേർഡിക്ട് ടൈമാണ്. സോ ഈ ഒരു വാഹനം എന്നെ ഇംപ്രസ് ചെയ്തോ?
ടു ബി വെരി ഫ്രാങ്ക് ചെയ്തു എന്ന് തന്നെ പറയാം. കാരണം എന്താ വെച്ചാൽ ഞാൻ എന്താണ് ആഗ്രഹിച്ച ഒരു വാഹനത്തിനകത്ത് ആ ഒരു സംഭവമൊക്കെ ഈ വാഹനത്തിനകത്തുണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും സെന്തിൽ 2010 10 ലക്ഷം ടു 12 ലക്ഷത്തിനകത്ത് വാങ്ങിയ വാഹനം വെച്ചിട്ടാണല്ലോ ഒരു 50 ലക്ഷത്തിന് മുകളിൽ വാഹനം കമ്പയർ ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഓബിയസ്ലി 10 അല്ല 15 വർഷം മുമ്പ് 10 ലക്ഷം എന്ന് പറയുമ്പോൾ ഏകദേശം ഇന്നത്തെ ഒരു രീതിക്ക് നോക്കുകയാണെങ്കിൽ അതിന് ഏകദേശം ഒരു 25 to 30 ലാക്സിൻ്റെ വാല്യൂ ഉണ്ട്. അത് വെച്ച് നോക്കുമ്പോൾ ഒരു 20 ലാക്കും കൂടി ഞാൻ എക്സ്ട്രാ കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്നത് എന്താ, ഓബിയസ്ലി ആ ഒരു ബ്രാൻഡ് വാല്യൂ, അതുമാത്രമല്ല ഷീർ ഡ്രൈവിംഗ് പ്ലഷർ, അതുപോലെ തന്നെ നല്ല ഫ്യൂൽ എഫിഷ്യൻസി, പ്രാക്ടിക്കാലിറ്റി. സോ എന്നെ പോലെ ആൾ ലൈക്ക് ആ പറഞ്ഞ ഒരു നീഷ് കാറ്റഗറീനെ ഈ ഒരു വാഹനം സാറ്റിസ്ഫൈ ചെയ്യും അൺഡൗട്ടഡ്ലി. സോ ഇതായിരുന്നു ഈ ഒരു വാഹനത്തെക്കുറിച്ചുള്ള ഡീറ്റെയിൽ റിവ്യൂ. സോ ഇതുപോലത്തെ രസകരമായിട്ടുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് ഓൾ തിങ്സ് ഓട്ടോ ഇതുവരെ യൂട്യൂബിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുമാത്രമല്ല നമ്മൾ ഇൻസ്റ്റാഗ്രാമിലുണ്ട് ഓൾ തിങ്സ് ഓട്ടോ ഒഫീഷ്യൽ എന്ന് പറഞ്ഞിട്ട്, അവിടെ ഈ വാഹനത്തിൻ്റെ റീൽസും അതുപോലെ ബാക്കിയുള്ള അപ്ഡേഷൻസ് പ്രത്യേകിച്ച് സൗണ്ട് ട്യൂണിങ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും.